ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു മുള ഉയർന്നു വരും, ഒരു കിളിർപ്പ് അല്ലെങ്കിൽ ഒരു നാമ്പ് ഉയർന്നു വരും. വാക്യം വായിക്കാം. കൊളോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കുവിൻ. ഭൂമിയിലുള്ളതുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഇവിടെ പറയുന്നത് ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ എന്നാണ് ഈ NIV എഴുതിയേക്കുന്നത്. സത്യവേദ പുസ്തകത്തിലും ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ചിന്തിപ്പിൻ എന്നാണ് എഴുതിയേക്കുന്നത്. ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യമുണ്ട്, ഉയരത്തിലുള്ളത് മാത്രം ചിന്തിച്ചാൽ വല്ലതും വയറ്റിലോട്ട് പോകുമോ? ഇത് ഈ വിശ്വാസത്തിൻ്റെ ഒരു തുടക്ക സമയത്ത് സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നൊരു കാര്യമാണ്. ഉയരത്തിലുള്ളത് മാത്രം ചിന്തിച്ചാൽ വല്ലതും വയറ്റിലോട്ട് പോകുമോ? ഈ മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യം പറയുന്നത്, 6:33 പറയുന്നത്, മുമ്പേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് നൽകപ്പെടും. മുമ്പേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് നൽകപ്പെടും. ഈ ഉയരത്തിലുള്ളത് അന്വേഷിക്കുവിൻ, ചിന്തിക്കുവിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുകളിലോട്ട് നോക്കിയിരിക്കുക എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഉയരത്തിലുള്ളത് അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കിയിരിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അങ്ങനെ ഇരുന്ന് ഞാൻ ഒന്നത് പെടലി കഴിക്കും. രണ്ടാമത്തെ കാര്യം, ആൾക്കാർ വല്ലതും വിചാരിക്കും. ഇത് പറയുന്നത് വചനത്തിൽ അന്വേഷിക്കാനാണ് പറയുന്നത്. വചനത്തിൽ അന്വേഷിക്കുക. അങ്ങനെ അന്വേഷിച്ചാൽ സങ്കീർത്തനത്തിനകത്ത് 112-നകത്ത് 3-ാമത്തെ ഒരു വാക്യമുണ്ട്. സങ്കീർത്തനം 112-ൻ്റെ 3-ാമത്തെ വാക്യം, ഐശ്വര്യവും സമ്പത്തും അവൻ്റെ ഭവനത്തിലുണ്ട്, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും. ഞാൻ ഈ ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു മീറ്റിങ്ങിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു സഹോദരൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ വിടുതലിനുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്, ഞാനിത് കണ്ടുപിടിച്ച് അത് പ്രയോഗിക്കുമ്പം വിടുതലാകും. ആ മനുഷ്യന് കാര്യം പിടികിട്ടി. പക്ഷേ അതാരെങ്കിലും പഠിപ്പിച്ചു തരണം. എൻ്റെ ജീവിതത്തിൻ്റെ വിടുതലിനുള്ള കാര്യം ഇതിനകത്തുണ്ട്, അത് ഞാൻ കണ്ടെത്തി, അത് ഞാൻ പ്രയോഗിക്കുമ്പോൾ എനിക്ക് വിടുതലാകും. പക്ഷേ ഇതാരെങ്കിലും എന്നെ പഠിപ്പിച്ചു തരണം. കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, ഇന്നിവിടെ പ്രസംഗകരെ കൊണ്ട് പൊറുതി മുട്ടിയിട്ട് നടക്കുകയില്ല. പക്ഷേ ആ പ്രസംഗകരുടെ പ്രസംഗങ്ങൾ കൊണ്ട് മിക്കർക്കും ഒരു ഗുണവും ഇല്ലെന്നുള്ളതാണ് സത്യം. അതുകൊണ്ടൊന്നും ഒരു ഗുണവും ഇല്ലെന്നുള്ളത് ഇവിടുത്തെ വിശ്വാസികളുടെ ജീവിതം എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. പരമദരിദ്രരുടെ ഒരു കൂട്ടത്തെ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് നേതാക്കന്മാർ പണം ഉണ്ടാക്കി എന്നുള്ളതല്ലാതെ സാധാരണക്കാർക്കോ ഒന്നും പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടായില്ല. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ വചനത്തിൽ അന്വേഷിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും, ഐശ്വര്യവും സമ്പത്തും ഒരുത്തൻ്റെ ഭവനത്തിലുണ്ട്. അവൻ്റെ ഭവനം ഏതാ? ഭവനം പിതാവായ ദൈവം, കുടുംബനാഥനായ സ്വർഗീയ ഭവനം, ദൈവരാജ്യം, യഥാർത്ഥ സഭ. അവിടെ ഈ കളികളൊന്നും നടക്കില്ല. ഈ യഥാർത്ഥ സഭ എന്ന് പറഞ്ഞാലും എനിക്ക് എൻ്റെ കേൾവിക്കാരോട് പറയാനുള്ളൊരു കാര്യമുണ്ട്. ഈ കേരളത്തിലെ ഒരു പൊതു സ്വഭാവം, ഒരുത്തൻ ഒരു സഭയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ അവനെ ശത്രുവായിട്ടാണ് കാണുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ഈ ലോകം മുഴുവനുള്ള വിവിധ സഭകളിലിരിക്കുന്ന കുറച്ച് ആളുകൾ ചേർന്നുള്ള ഒരു യഥാർത്ഥ കൂട്ടായ്മയായ യഥാർത്ഥ ദൈവത്തിൻ്റെ സഭ. അല്ലാതെ ഒരുത്തൻ ഒരു പേരിട്ടിരിക്കുന്ന അതിനകത്തുനിന്ന് വെളിയിലിറങ്ങിയാൽ പിന്നെ അവൻ ശത്രുവാണ്. അവനെ നശിപ്പിക്കാൻ വേണ്ടി കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പരിപാടി. അവനുമായിട്ട് മിണ്ടരുത്, അവനുമായിട്ട് സംസാരിക്കരുത്, അവനോട് ഫോൺ വിളിക്കുക പോലും ചെയ്യരുത്, അവൻ വിളിച്ചാൽ എടുക്കരുത് എന്നൊക്കെ പ്രസംഗകർ തന്നെ, ശുശ്രൂഷകർ തന്നെ വ്യക്തികളെ ചട്ടം കെട്ടുക. എല്ലാവരോടും ഒന്നും പറയല. അവർ വരയ്ക്കുന്നിടത്ത് അവരിടുന്ന ചോറ്, ശുശ്രൂഷകരിടുന്ന ചോറ് 4 കാലേ നിന്ന് തിന്നുന്നു ഉറപ്പുള്ള ആളുകളെ കൊണ്ട്. അങ്ങനെയുള്ളവരുടെ അടുത്ത് ഈ പണി നടക്കുകയുള്ളൂ. വെറും മന്ദബുദ്ധികളായ അടിമകളെ കൊണ്ട്. ആ അടിമകളോട് പറയും ഇത്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഒരു പാസ്റ്റർ, ഇത് നടന്ന സംഭവം കേട്ടോ, എന്നോട് പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഈ പാസ്റ്റർമാരുടെ ഉദാഹരണം പറയാതെ നിങ്ങൾ വിശ്വാസികളുടെ ഉദാഹരണം പറ, അല്ലെങ്കിൽ ജാതികളുടെ ഉദാഹരണം പറ. ഈ പാസ്റ്റർമാരുടെ ഉദാഹരണം ഉണ്ടെങ്കിലും പറയരുത്.
പല പാസ്റ്റർമാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഉണ്ടെങ്കിലും പാസ്റ്റർമാരുടെ പറയരുത്. ഇതൊരു പാസ്റ്റർ തന്നെ തണുപ്പ് മൂത്തപ്പോൾ ഇച്ചിരി ഒതുക്കത്തിൽ അങ്ങ് മാറി നിന്ന് ആരും കാണുന്നില്ലെന്ന് ഓർത്ത് ഇച്ചിരി പഴയ കെട്ടിടങ്ങളുടെ പുറകിൽ ഒരു കാട്ടിൻ്റെ ഒരു സൈഡിലോട്ട് കയറി നിന്നിട്ട് ഒരു സീർട്ടങ്ങ് വലിച്ചു. സീർട്ടങ്ങ് വലിച്ചു. കാര്യം പ്രസംഗകനാ, പാസ്റ്ററാ, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കഷ്ടകാലത്തിന് ഒരു വിശ്വാസി ഇത് പോയി കണ്ടു. വിശ്വാസി ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ പാസ്റ്റർ ഇവൻ്റെ കൈകാല് പിടിച്ചു. നീ ഇതാരോടും പറയരുതെന്നെല്ലാം പറഞ്ഞ് ഇവൻ്റെ കയ്യെ കാലെ പിടിച്ചു. വിശ്വാസി ഉടനെ അവൻ്റെ നല്ല ബുദ്ധിക്ക് ചോദിച്ചു, ഞാനിത് പറഞ്ഞില്ലെങ്കിലും ദൈവം ഇത് കണ്ടില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഈ പാസ്റ്റർ പറഞ്ഞ മറുപടി നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്, നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട. എടാ, ദൈവം ഇത് കണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ദൈവം ഇതൊന്നും ആരോടും പറയല. ദൈവം ഇന്ന് വരെ കണ്ട കാര്യങ്ങളൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. പറയുകയാണെങ്കിൽ ഞാനല്ല, സെൻട്രൽ പാസ്റ്റർ സഹിതം എല്ലാവനും കുടുങ്ങും. പക്ഷെ നീ അങ്ങനെയല്ല. നീ ഇത് കാണുന്നവരോടും പാകുന്നവരോടും പോകുന്നവരോടും എല്ലാം പറയും. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെന്നെ വാച്ച് ചെയ്യാൻ തുടങ്ങും. എവിടെയെങ്കിലും വെച്ച് ഞാൻ പിടിക്കപ്പെടും, കുഴപ്പമാകും. കണ്ടോ, പ്രസംഗിക്കുന്ന പാസ്റ്റർക്ക് വിശ്വാസിയെ പേടിയുള്ളൂ, ദൈവത്തെ പേടിയില്ല. ഇത് സത്യമാന്നേ. ഇത് പറയുമ്പോൾ ചിലർ പറയും, ചിലരങ്ങനെ ഉണ്ടെന്നും പറഞ്ഞ് അടച്ചാക്ഷേപിക്കരുതെന്ന്. ചിലരങ്ങനെ ഉണ്ടെന്നുള്ളത് സത്യമാണെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അവരെ തന്നെയാണ്. ഈ കോഴി കട്ടവൻ്റെ തലയിലെ പപ്പ് കാണുള്ളൂ. ഇപ്പോൾ പപ്പുള്ളവൻ എഴുന്നേറ്റ് എന്ന് പറയരുത്, ഇതെവിടെ ഒരു പപ്പ് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം നീ കോഴി കട്ടുന്ന. കോഴി കട്ടിട്ടില്ല, നിന്നെ ബാധിക്കുന്നില്ല. ഇപ്പം ഞാൻ ദൈവസന്നിധിയിൽ ഇതൊരു ആദായ മാർഗമായി കണ്ടിട്ടില്ല, ഞാൻ വചനവിരുദ്ധമായത് ഒന്നും ചെയ്തിട്ടില്ല, നേരും നെറിയും വിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് പ്രതിഷേധിക്കാനില്ല. എനിക്ക് പ്രതിഷേധിക്കാനുണ്ടെങ്കിൽ എനിക്കിതിനകത്ത് ശകലം പങ്കുണ്ടെന്നുള്ളതാണ്. അപ്പോൾ പ്രതിഷേധക്കാർ എഴുന്നേറ്റ് വരട്ടെ, പങ്കുകൾ വെളിപ്പെട്ട് വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അപ്പോൾ ഇത് ദൈവം അങ്ങനെ പെട്ടെന്ന് ഇത് പറഞ്ഞൊന്നും തീർക്കുകയില്ല. ദൈവം പറഞ്ഞൊന്നും തീർക്കുകയില്ല. അപ്പോൾ ഈ പഴയ നിയമത്തിൽ പിതാവിൻ്റെ നഗ്നത മക്കൾ കാണിച്ചതുകൊണ്ട് പിതാവ് അവരെ ശപിച്ചു. അതുകൊണ്ട് ന്യൂജൻ ഉപദേശക്കാർ പറയും, പിതാവിൻ്റെ നഗ്നത നീ വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞാൽ, ഈ ന്യൂജൻ പല സഭകളിലും ഈ കൂട്ടത്തിൽ നടക്കുന്ന മക്കൾക്ക് ഈ പിതാക്കന്മാരുടെ നഗ്നത അറിയാം, പിതാവിനും അറിയാം താൻ നഗ്നനാന്ന്, പക്ഷേ വെളിപ്പെടുത്തരുത്. അതാണ് അവരുടെ പ്രശ്നം. പക്ഷേ ബൈബിളിൽ നിന്ന് എടുത്തിട്ടുമാണ് പറയുന്നത്, ഇത് ഇവിടെ നഗ്നത വെളിപ്പെടുത്തരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞവൻ്റെ നഗ്നത ദൈവം ലോകം മുഴുവൻ വെളിപ്പെടുത്തി. അതുകൊണ്ടല്ല ഇങ്ങർക്ക് ഇത് പിടികിട്ടിയത്. ആദിമന്മാർക്ക് മനസ്സിലാകുന്നില്ലെന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മുകളിലോട്ട് നോക്കിയിരുന്നാൽ, അതായത് വചനത്തിലോട്ട് നോക്കിയിരുന്നാൽ എന്തെങ്കിലും നടക്കുമോ എന്ന് ചോദിച്ചാൽ ഒരു ഉദാഹരണം പറയാം. ഒരു ചക്കക്കുരുവിനെ കുറിച്ചൊരു ഉദാഹരണം പറയാം. കർഷകൻ അവൻ്റെ പ്ലാവിൽ നിന്നാണല്ലോ ഈ ചക്ക ഉണ്ടാകുന്നത്. ചക്കയിൽ നിന്ന് ഒരു കുരു എടുത്തിട്ട് ആ കുരു അവൻ കറി വെച്ചും ചുട്ടും പുഴുങ്ങിയൊന്നും തിന്നാതെ, അല്ല പന്നിക്ക് കൊടുക്കാതെ, അവൻ ആ കുരു എടുത്ത് കുഴിച്ചിട്ടു. ഈ കുഴിക്കകത്ത് അന്ധകാരമാണ്, പകൽ ഭയങ്കര ചൂടാണ്, രാത്രി ഭയങ്കര തണുപ്പാണ്, അങ്ങനെ മഴ പെയ്യുമ്പോൾ വെള്ളമാണ്. അങ്ങനെ സാഹചര്യമൊക്കെ ആണെങ്കിലും സൂര്യനെ പോലും കാണാതെ ഇവൻ ഈ കുഴിക്കകത്ത് കിടക്കുന്ന ചില ദിവസങ്ങളുണ്ട്. ആ ചില ദിവസങ്ങളിൽ ഇവൻ്റെ കൂടെയുള്ള കൂട്ടുകുരുകളോ ചകിണിയോ പാടയോ ഇവനായിരുന്ന ചക്കയോ ഇവൻ ജനിച്ചു വളർന്ന അമ്മപ്ലാവോ ഒന്നും ഇവനൊരു സഹായമാവില്ല. ഇങ്ങനെ സഹായമാകാതെ ഇവനിങ്ങനെ ഇരുന്നാലും, ആരും സഹായിച്ചില്ലെങ്കിലും ഈ കുരുവിനകത്തൊരു ജീവൻ ഉണ്ടെങ്കിൽ ആ ജീവൻ ഒരു നാൾ പൊട്ടി മുള പുറത്തു വരും. ആ ജീവൻ ഒരു നാൾ പൊട്ടി മുള പുറത്തു വരും. മുകളിൽ ജീവൻ ഉണ്ടെങ്കിൽ, മുകളിൽ എന്നാ തടസ്സം ഉണ്ടെങ്കിലും അത് പുറത്തു വരും. കണ്ടിട്ടില്ലേ തൈകൾ ഇങ്ങനെ മുളച്ചു പൊങ്ങി വരുന്നത്? അതായത് ഈ പറയുന്നതിൻ്റെ അർത്ഥം വിടുതൽ ഉള്ളിൽ നിന്ന് തന്നെ വരുമെന്നാണ്. ഉള്ളിൽ നിന്ന് തന്നെ വരും. ഇന്നത്തെ ഇരുട്ടും പ്രഷറും ചൂടും തണുപ്പും നിസ്സഹാവസ്ഥയും ഒക്കെ നാളത്തെ ജീവൻ്റെ കുതിപ്പിന് സഹായമാകും എന്നാണ് അർത്ഥം. ആരും സഹായിച്ചില്ലെങ്കിലും, ആരും സഹായിക്കുകയില്ല, ആർക്കും സഹായിക്കാൻ ദൈവം അനുവദിക്കുകയില്ല. യെശയ്യാവ് 11-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യമാണ് അതിൻ്റെ മർമ്മം. അനന്തരം ഇശ്ശായിയുടെ കുറ്റിയിൽ നിന്നും ഒരു മുള ഉയർന്നു വരും, അദ്ദേഹത്തിൻ്റെ വേരുകളിൽ നിന്നുള്ള ഒരു ശാഖ ഫലം കായ്ക്കും. ഇത് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനമാണ്. പക്ഷേ ക്രിസ്തുവിലുള്ള ഒരു വ്യക്തിയെക്കുറിച്ചും ഉള്ള പ്രവചനം തന്നെയാണ്. ഈ നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നെങ്കിൽ അല്പ ദിവസങ്ങൾക്കുള്ളിൽ
ഒരു മുള ഉയർന്നു വരും. മനുഷ്യ ജീവിതത്തിലും വിശ്വസിച്ചാൽ ഇത് തന്നെ സംഭവിക്കും. അതാണ് കൊളോസ് ലേഖനത്തിൽ നമ്മൾ വായിച്ചത്. നിങ്ങളുടെ ജീവൻ 3:1 മുതൽ, അതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ, സ്നാനം സത്യമായിരുന്നെങ്കിൽ, ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത്, വചനത്തിലുള്ളത് അന്വേഷിക്കുവിൻ, ഭൂമിയിലുള്ളതുള്ള ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവിൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു എങ്കിൽ മാറ്റങ്ങളുണ്ടാവും. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവർ, കർത്താവേ, ഈ ദിവസങ്ങളിൽ അവർ പല നേതാക്കന്മാർക്ക് വേണ്ടി ജീവിച്ചു. അവരുടെ നന്മകൾ അവരെ വാലല്ല തലയാക്കുമെന്ന് പ്രഖ്യാപിച്ച് പല സംഘടനക്കാരനും പല സ്വതന്ത്രനും ഒക്കെ കൊണ്ടുപോയി. അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ കാരണങ്ങൾ എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കിയില്ല. ഒന്നാമത്, മലയാളത്തിൽ പലത് എഴുതിയിരിക്കുന്നതും തെറ്റാണ്. ആ തെറ്റിൽ നിന്ന് തന്നെ വീണ്ടും അവരുടെ ജീവിതത്തിലേക്ക് തെറ്റുകൾ വരത്തക്കവണ്ണം കാര്യങ്ങൾ പോയപ്പോൾ അത് യഥാർത്ഥത്തിലുള്ളത് എന്താണെന്ന് കണ്ടെത്തി തൻ്റെ ജനത്തിന് പറഞ്ഞു കൊടുക്കാതെ അവർ നാശത്തിൽ നിന്ന് നാശത്തിലേക്കും കഷ്ടങ്ങളിൽ നിന്ന് കഷ്ടതകളിലേക്കും കടന്നുപോയെങ്കിൽ, എൻ്റെ ദൈവമേ, ഞാൻ ആ ഭൗതിക കഷ്ടങ്ങളിൽ നിന്നൊക്കെ അവരെ വിടുവിക്കേണ്ടതിന് യഥാർത്ഥത്തിൽ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ എന്താണെന്ന് യാഥാർത്ഥ്യമായി അവർ മനസ്സിലാക്കുവാൻ, അവർ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുവാൻ അവരുടെ ഹൃദയങ്ങളെ ദൈവം തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യഥാർത്ഥത്തിൽ വചനം എന്ത് പറയുന്നുവെന്ന് അതിൻ്റെ മൂലഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ ഗ്രഹിക്കുവാൻ കർത്താവെ, കേൾവിക്കാരെ ഓരോരുത്തരെയും ദൈവം അനുവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വരേണ്ടതിന്, പാപങ്ങൾ ഓർക്കുവാനും ഏറ്റുപറയുവാനും ദൈവസന്നിധി നിരപ്പ് പ്രാപിക്കുവാനും ദൈവവചനം എന്ന താക്കോല് വെച്ച് പ്രതിസന്ധികൾ ശത്രു പൂട്ടിയതൊക്കെ തുറക്കുവാനും ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.